നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിലാണ് LDF. ഇപ്പോൾ വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷവും സഭയിലേതുൾപ്പെടെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് LDF-ൽ ആശങ്കകളുണ്ട്. 11 LDF കക്ഷികളിൽ 8 കക്ഷികൾക്ക് സഭയിൽ ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ LDF നിലം പരിശായ അവസ്ഥയാണ് നേരിട്ടത്. ഇത്രയും വലിയ തോൽവി LDF ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിന്നെങ്ങനെ സഭയിൽ ആഞ്ഞടിക്കും എന്ന ചോദ്യമാണ് ഘടകകക്ഷികളിൽ നിന്നും മുഴങ്ങുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും NCPയും പഴയ JDS, ഇപ്പോഴത്തെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി, കേരള കോൺഗ്രസ് B, INL, ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളൊക്കെ സംപൂജ്യരായി മാറി. CPM-നും CPI-ക്കും RJD-ക്കും മാത്രമാണ് MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. 86 സീറ്റുകളിലാണ് CPM ഇക്കുറി മത്സരിച്ചിരുന്നത്. ഇതിൽ 56 പേർ MLA-മാരാണ്. വിജയം 26 സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ 8 സീറ്റുകളാണ് CPI നേടിയത്. കൂത്തുപറമ്പ് സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞതോടെ RJD-ക്ക് ഒരു സീറ്റ് ലഭിച്ചു. 140 അംഗ സഭയിൽ വെറും 35 സീറ്റുകൾ കൊണ്ട് മാത്രമാണ് CPM തൃപ്തിപ്പെടേണ്ടി വരും. ഇത് CPM-ന്റെ നിയമസഭയിലെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലാണ്. തിളക്കമുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന KK ശൈലജയും P രാജീവും ഒക്കെ പരാജയപ്പെട്ടത് CPM-ന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. KN ബാലഗോപാലാണ് ജയിച്ചു വരുന്ന CPM നേതാക്കളിൽ പ്രമുഖൻ. പിണറായി വിജയനാണ് സഭയിലെ പ്രതിപക്ഷ നേതാവ്. 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത് ഇതാദ്യമായാണ്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM. 2001-ൽ LDF 40 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി അധികാരത്തിൽ വരാൻ CPM-ന് കഴിഞ്ഞിരുന്നു. 10 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷമാണ് പാർട്ടിക്ക് അധികാരം നഷ്ടമാകുന്നത്. അതുകൊണ്ടുതന്നെ അടുത്ത തവണ അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് CPM അവകാശപ്പെടുന്നതും. മധ്യ കേരളത്തിലെ ശക്തിയായ കേരള കോൺഗ്രസ് M നിലവിൽ വട്ടപൂജ്യമാണ്. അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി മാറും എന്ന രീതിയിൽ ചർച്ചകൾ വന്നെങ്കിലും റോഷി അഗസ്റ്റിൻ അതിനെ കടിഞ്ഞാണിട്ടു എന്നാണ് പുറത്തു വന്ന വിവരം. RJD അടക്കമുള്ള കക്ഷികളും മുന്നണി മാറില്ല എന്ന് ഉറപ്പുമില്ല. ഇത്തരം പ്രതിസന്ധികൾ ഇടതുമുന്നണിയെ തുറിച്ചു നോക്കുന്നുമുണ്ട്. എന്തായാലും നിയമസഭയിൽ കടുത്ത പോരാട്ടം നടത്താൻ മുന്നണിയെ പ്രാപ്തമാക്കേണ്ട ദൗത്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന് തന്നെയാണ്. G. സുധാകരനെ പോലുള്ള മുതിർന്ന CPM നേതാവ് ഇക്കുറി ഭരണപക്ഷത്താണ് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും നിയമസഭയിൽ ഭരണമുന്നണിയെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഒരായുധവും LDF ഒഴിവാക്കുകയില്ല. എന്തായാലും ശക്തമായ ഒരു നേതൃത്വത്തിന്റെ അഭാവം പ്രതിപക്ഷത്തിന്റെ സഭയിലെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.